ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പളനിയാണ് കേട്ടോ. പളനി ബസ് സ്റ്റാൻഡിലാണ്. കൊടൈക്കനാൽ പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു. നമ്മൾ കൊടൈക്കനാൽ 4 മണിക്കൊരു ബസ്സുണ്ട്. അങ്ങനെ നേരെ വന്നപ്പോഴത്തേക്ക് ബസ്സെല്ലാം ബുക്കിംഗ് ആയി കേട്ടോ. പിന്നെ ബാക്കിൽ സീറ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ബാക്കിൽ ഇരുന്നാൽ ശരിയാകത്തില്ല, പണി കിട്ടും. അങ്ങനെ നേരെ നമ്മളിവിടെ കാത്തിരിക്കുക. അപ്പം താണ്ടിക്കുടി എന്ന് പറഞ്ഞൊരു ബസ് വരും. അതിൽ കയറി കഴിഞ്ഞാൽ പെരുമാൾ മലയ്ക്ക് ഇറങ്ങി അപ്പോൾ അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടെ റൂമൊക്കെ എടുത്തേട്ടോ. റൂമൊന്നും ഒരു കാശിനും കൊള്ളത്തില്ല. 900 രൂപയാണ് റൂമിൻ്റെ വാടക. പക്ഷേ ഒരു വൃത്തിയും മെനയൊന്നും ഇല്ലാത്ത ഒരു റൂമായിപ്പോയി. അങ്ങനെ നമ്മൾ നേരെ ഇനി കൊടൈക്കനാൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താണ്ടിക്കുടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പെരുമാൾ മലയ്ക്ക് പോകണം. കൊടൈക്കനാൽ പോകുന്ന വണ്ടി ഇതുകൊണ്ട് സീറ്റെല്ലാം ഫുള്ളായിട്ട് വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വണ്ടി കയറാനായിരുന്നു വന്നത്, പക്ഷേ സീറ്റ് ബുക്ക്. നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് കയറിയത് കേട്ടോ. മഴ പൊടിക്കുന്നു, നല്ല ചാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മിക്കവാറും പോക്ക് നടക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ട്. അതുമല്ല 10 മണിയായി. ഇനി നടന്ന് കയറി രാവിലെ നമുക്ക് ഇവിടെ നിന്ന് 4 മണിക്ക് ബസ്സിൽ കയറി കൊടൈക്കനാലിലോട്ട് പോകണം. ഇപ്പോൾ ഉറക്കം കിട്ടത്തില്ല. അതുകൊണ്ട് നേരെ എന്തായാലും റൂമിലോട്ട് പോകാം. അമ്പലത്തിൽ കയറൊക്കെ നടക്കത്തില്ല. പെരുമാൾ മലയ്ക്ക് ബസ് കിട്ടി. നമ്മളങ്ങനെ ബസ്സിനകത്ത് കയറിയിരിക്കുകയാണ്. പെരുമാൾ മലയ്ക്ക് പോവുകയാണ് കേട്ടോ. ഇതിനകത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമ്മളെ പെരുമാൾ മലയ്ക്ക് ഇതാണ്ട 100 രൂപ 2 പേർക്ക് കേട്ടോ. ബസ് അങ്ങനെ ഏതാണ്ട് ഞങ്ങൾ കാപ്പി പിടിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങി. നല്ല കോട മൂടി കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് സുഹൃത്തുക്കളെ, ഏതാണ്ട് തണുത്ത് വിറയ്ക്കുകയാണ്. അങ്ങനെ ബസ് അവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു കാപ്പി കുടിക്കാനായിട്ട് അങ്ങനെ വന്നത്. ഇവിടെ കോട കുറവ്. അങ്ങനെ നമ്മൾ പെരുമാൾ മലയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു. ഞങ്ങളൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് തട്ട ബസ്സിൽ കയറി. ബസ്സിൽ കയറി. അങ്ങനെ നമ്മുടെ ബസ് ഇതാണ്ട് നമ്മൾ പെരുമാൾ മലയിലേക്ക് അങ്ങനെ പോവുകയാണ്. പെരുമാൾ മല അങ്ങനെയാണ് പേര് കേട്ടോ. അവിടേക്ക് നോക്കെ നല്ല കോട ഇറങ്ങി കിടക്കുകയാണ്. ഭയങ്കര കൊക്കയാണ് കേട്ടോ. താഴോട്ടൊക്കെ നല്ല മല അടിവാരങ്ങളാണ്. ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആണ്. അങ്ങനെ ഒരു ബസ്സിനുള്ള വീതിയുള്ളൂ കേട്ടോ ഈ റോഡ്.
ഒരു കാറൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ട്. ആ നമ്മള് ഒരു മലയുടെ അടിവാരത്തിന് താഴോട്ട് നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുക, മലയിൽ നിന്ന് താഴോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അടിപൊളി തണുപ്പാണ്. നമ്മൾ ഈ വണ്ടിയുടെ ഗ്ലാസ് ഫുള്ളും അടച്ചിട്ടിട്ടാണ് പോകുന്നത്. നമ്മൾ ആ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ വന്നപ്പോൾ നല്ല കോടയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തണുപ്പുണ്ട്, പക്ഷെ കോടയൊന്നുമില്ല. എനിക്ക് കോട്ടൊന്നുമില്ല ഗൈസ്, ഞാനിങ്ങനെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് തണുത്ത് വിറച്ച് മരവിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. കൂടെ ഉള്ള ആള് കലാമണി ഇടുന്ന ക്യാപ്പൊക്കെ ഇട്ട് അങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അയ്യോ പെട്ട് ഗൈസ്. രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല അതിലെ. വേണ്ട, ഒരു വണ്ടി ബാക്ക് ഇറക്കി. ഓക്കെ, നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമ്മുടെ ബസ് ഇതേ പോണു. നമ്മളങ്ങനെ പെരുമാൾ മലയിലെത്തി. അങ്ങനെ ഞാൻ പെരുമാൾ മലയിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഒരു ചെറിയ ടൗണാണ്, ചെറിയല്ല, അത്യാവശ്യം വലിയ ടൗണാണ്. കിടുങ്ങി വിറയ്ക്കുന്നു ഗേസ്, കിടുങ്ങി വിറയ്ക്കുന്നു. നല്ല തണുപ്പ്, കോടയില്ല പക്ഷെ ഭയങ്കര തണുപ്പ്. അങ്ങനെ ഞാൻ പെരുമാൾ മലയിൽ വന്നിട്ടോ. നമ്മൾ ഇനി ഇവിടെ നിന്ന് കൊടൈക്കനാലിലേക്ക് 10-12 കിലോമീറ്റർ ആണ്. നമ്മൾ അടുത്ത ബസ് കയറിയിട്ട് നേരെ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്.